ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഓനെ ഓള് പോരാന്നും പറയുന്നുണ്ട് എന്ന്. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളെ നോക്കി കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനോട് 5 കൊല്ലത്ത് നോക്കിയത് ഞങ്ങളേറ്റവും ഒരു ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, താമരശ്ശേരിയിലെ വീണ്ടും ഒരു കൊലപാതകം. ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. യാസിർ എന്ന തൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. ഈ യാസിറിനെ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ താമരശ്ശേരിയിലൊരു മർഡർ നടന്നിരുന്നു. അതായത് പുത്രൻ, മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് ആഷിഖും യാസിറും ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം, രണ്ടുപേരും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ആഷിഖ് എന്തായിരുന്നു, ആഷിഖിൻ്റെ കൂട്ടുകാരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട് തന്നെയാണ് അവൻ സ്വന്തം ഭാര്യയെ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും ഓർക്കാതെ അവൻ്റെ ഭാര്യയെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ഇപ്പം ഇതിലേറ്റവും കൂടുതൽ നമുക്ക് ദുഃഖമായിട്ട് തോന്നുന്നത് അവൻ്റെ ഉമ്മ അവനെ ഒരുപാട് അനുകൂലിക്കുന്നുണ്ട്. ഈ ഉമ്മ വീഡിയോ, അതായത് പത്രക്കാരോട്, അതായത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്കത് കേൾക്കാം. കേട്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അടുത്ത് ഒരു 5-6 ദിവസം, ഒരു മാസം മുന്നേ ഒരു 2 എന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉച്ചക്ക് 1:30-2 മണിയായപ്പോൾ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോൾ ചോറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോറ് കളഞ്ഞ് ഉപ്പ എന്നിട്ട് ഉമ്മ എടുത്തു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലുകയും ചെയ്തെന്ന്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു ഓന് എന്നെയും ഓളെയും അതിൽ കയറ്റി ഓൻ പുറകിലും പോന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഉപ്പനെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇവളെന്ത് ചോദിച്ചിട്ടും ഭർത്താനും പറയുന്നില്ല, എന്താ ഓളെ പ്രശ്നം എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ ഞാൻ ഓളെന്തോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓളെ മുന്നിൽ ചോദിക്കും, നിങ്ങൾ വരിയെന്നാണ്. അപ്പോൾ ഓളെ ഉമ്മയും ഉപ്പയും വന്ന് കടയും പൂട്ടി വന്ന് പോലും ഞങ്ങളൊക്കെ അവളെ എത്തിയിട്ട് ഞങ്ങൾ 2 കൂട്ടരും ചോദിച്ച് ഓൻ എന്തോ എന്നെ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ തച്ച എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ ഞാൻ നിങ്ങളെപ്പോഴും പോരാന്ന്. ഈ ഉമ്മയെ കണ്ടപ്പോൾ, ഈ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്നലത്തെ അഫാന്റെ ഉമ്മയുടെ സംസാരമാണ്. അതായത് ഈ മാതൃസ്നേഹം എന്ന് പറയുന്നതൊക്കെ സത്യമാണ്, സ്നേഹമാണ്. ഞാനും പറയും എനിക്കുണ്ട് മക്കള്, നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കുണ്ട് മക്കള്, അല്ലേ? നമുക്കുണ്ട് അമ്മമാര്, നമുക്ക് കുട്ടികൾ, മാതാപിതാക്കൾ തമ്മിൽ സ്നേഹം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് എൻ്റെ കുഞ്ഞിൻ്റെ തെറ്റല്ല, അത് മറ്റുള്ളവരുടെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളാണ് ഇങ്ങനെയുള്ള മക്കളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ തൻ്റെ ഭാര്യയെ നിഷ്കരണം വെട്ടിക്കൊന്ന ഭർത്താവ്, അതായത് സ്വന്തം മകനെ ന്യായീകരിക്കുകയാണ് ഉമ്മ. അവൻ്റെ കുറ്റമല്ല, അവനെ പ്രകോപിപ്പിച്ചത് ആ ബാപ്പയാണ്, അതായത് ആ പെൺകുട്ടിയുടെ ബാപ്പയാണ്, അതുകൊണ്ടാണ് അവൻ അത് ചെയ്തത് എന്ന് പറയാൻ ഉമ്മ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങളെ സത്യം പറഞ്ഞാൽ മറ്റ് റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അർഹതപ്പെട്ടവരാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ അഭിനയിക്കുന്നത്? ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം കണ്ടറിയാൻ പറ്റും. അമ്മയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതായത് ഇപ്പം എൻ്റെ അമ്മയും ഒരു അമ്മായിയമ്മയാണ്, എനിക്കും ഒരു അമ്മായിയുമുണ്ട്. ഞാൻ അങ്ങനെയല്ല, അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ചില വീടുകളിലുണ്ട്, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മകൻ ചെത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണുനീര് കണ്ടാൽ മതിയെന്ന്. അത് സത്യമാണ്. ചില മക്കൾ എത്ര പന്നലായാലും അവരെ നിയന്ത്രിക്കാൻ ഒരു അമ്മമാർ ശ്രമിക്കുന്നില്ല. അതിന് ഏത് വീട്ടിലും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം, തൻ്റെ മകൻ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റ് ഫുൾ ആ മരുമകളുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. എന്ത് നെറികേട് ചെയ്താലും. ഇവിടെയും കണ്ടോ ആ കുറ്റം ഫുള്ള്. ഇതിനകത്ത് അവസാനം ഞാൻ അങ്ങോട്ട് കാണിക്കാം, കുറച്ച് വീഡിയോ ഉണ്ട്, കാണുന്നതനുസരിച്ച് നമുക്ക് ദേഷ്യം വരും. കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കണേ. ഇറങ്ങി പോകുന്ന എന്നെ കൂട്ടാൻ വന്നല്ലേ ഞങ്ങളെന്ന് പറഞ്ഞു പോലും ഇപ്പം ഉമ്മയും പറഞ്ഞു. അപ്പം ഇപ്പം ഉമ്മയല്ല പറയുന്നത്, ഇവിടെ നിൽക്കുക, നിങ്ങൾ അവിടെയും ഇവിടെയായിട്ട് നിൽക്കുക, വാടകപ്പുര ഒഴിഞ്ഞു വായി കൊടുക്കുക, വില വേറെ ആക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഉളപ്പയും ഉമ്മയും ഞങ്ങളും പറഞ്ഞു ഇവിടെ നിൽക്കുന്നു. അപ്പം അതൊന്നും പറഞ്ഞു കേൾക്കാണ്ട് ഓളെ ഇറങ്ങിയോ. ഓലെ വീട്ടിൻ്റെ അടുത്തുള്ള 2 പേർക്ക് തമ്പിച്ചേട്ടനും ഒരു മുനീറും എന്ന് പറഞ്ഞ ആളും
പിന്നെ ഇവന്റെ കൂട്ടുകാരൻ രണ്ടാളും ഇവരും കൂടി വീട്ടിൽ വന്ന് മോളെ എടുത്ത് ഓളെ ടെൻഷനും കാര്യമൊക്കെ മാറിയിട്ട് പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്നാണ് പോയി. ഓല് 4 ആളെ മുഖാന്തര വേള കൊണ്ടുപോയതാ. പോയി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ടെൻഷൻ മാറിയിട്ട് കൊണ്ടുവെക്കാന്നാണ് പോയി. പിറ്റേന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്ത് മോളും ഓളെ പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്ത് മോളത്. അപ്പൊ അതൊന്നും വേണ്ട അങ്ങോട്ട് വരികയല്ലേ പിന്നെ അത് ഇവിടെ നിന്നോട്ടെ എന്നാണ് പയത് മാത്രം വാങ്ങി ഞാൻ ഓലെ കൂടെ പോയി മോളെയും കൊണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി വാശി ഓനോട് പിടിക്കല്ല, ഇനി വാശി പിടിക്കാണ്ട് ഇങ്ങ് പോരി, കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങ് പോരി എന്ന് പറഞ്ഞു. ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഓൻ അവിടെ പോയി ഞാൻ ചായയും ചോറൊക്കെ കുടിച്ചിരിക്കുന്ന ഓലായിട്ട് സംസാരിച്ചിരിക്കുന്നു പോരാന്ന് പറഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച ഒരു കുറ്റൂസം ഉണ്ട് ഓലെ ബന്ധത്തിലേടോ, അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞവൻ ഇവിടെ വന്ന് അവനോൻ പോയിട്ട് ഓല കോട്ടേഴ്സിൽ ആടല്ലേ താമസിക്കുന്നത്, അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് മോളതും ഓളതും പുതിയതും ഒരു ചെരുപ്പ് ഒരു കൂട്ടം എടുത്തുകൊണ്ട് കൊടുത്ത് ഞായറാഴ്ച കഴിഞ്ഞ് കുറ്റൂസം കഴിഞ്ഞ് തിങ്കളാഴ്ച പോരാന്ന് പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വന്ന് ചെന്നപ്പം ബാപ്പ ഓളെ പോരാൻ പോന്നപ്പം ബാപ്പ പറഞ്ഞോലെ പിന്നെ ഓന്റെ കൂടെ ഇപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പൊ ഓക്ക് പേടിയായോലെ. അപ്പൊ ഓൻ പറഞ്ഞോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓൾ അങ്ങനെ പറയും, ഓള് പോരാന്ന് പറയും നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്, ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ അത് എന്തിനാ നിങ്ങൾ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞോലെ. അപ്പൊ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോരുന്നില്ല എന്നാണ് മുമ്പ് വന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് ബാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ആടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തും. എന്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത്, ഓന് കാലാകാലം ഓളെ പോറ്റാനാവോ, എന്തിനാ ഓൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഈ ഉമ്മയെ തള്ളേന്നാണ് ഒരുവിധപ്പെട്ട എല്ലാവരെ ഇതാക്കിയിരിക്കുന്നത്. ഈ സ്ത്രീയെ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു 3 വയസ്സുള്ളൊരു കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുത്തിയ ഒരു നരാധമൻ, അവനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇവനൊക്കെ ഡ്രഗ്സിൽ അടിമപ്പെട്ട് ഇത്രയും അങ്ങ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി. ആ കുട്ടി ഒരുപാട് സഹിച്ചു. ഇവരോടൊപ്പം ഫാമിലിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക തന്നെ വാടകയ്ക്ക് വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചു. ഈ അവിടെ താമസിക്കുന്ന സമയത്ത് 3 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞെന്നും പറഞ്ഞ് ഈ ഉമ്മ പറയുന്ന ഡയലോഗുണ്ട്, ബാപ്പ ചോറ് കഴിച്ചില്ല, ചോറെടുത്ത് കളഞ്ഞു എന്ന്. അപ്പൊ അവിടെ അതിനു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഓർക്കണം. ആ സമയത്താണ് ഷിബില എന്ത് ചെയ്തത്, തന്റെ കുഞ്ഞിനെയും എടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയത്. സ്വന്തം വീട്ടിൽ പോയ ഷിബിലയെ സ്വന്തം മാതാപിതാക്കൾ സംരക്ഷിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്. വീണ്ടും അവര് എന്ത് ചെയ്തില്ല, ഈ ഒരു ദുഷ്ടനോടൊപ്പം പറഞ്ഞു വിട്ടില്ല. അതിന്റെ പ്രതികാരത്തിന് എന്ത് ചെയ്തു, ഇവൻ അവളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റും എല്ലാം കൊട്ടിട്ട് കത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടൈമില് ആ കത്തിച്ച സമയത്ത് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മരിച്ചതിന് ശേഷമാണല്ലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മരണം സംഭവിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവർ ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. എന്നാൽ അടുത്തൊരു വ്യക്തിക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കുമോ, അതുമില്ല. അവർക്ക് ഇത് തന്നെ വീണ്ടും സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവർക്ക് പുഷ്പ ആയിട്ട് പുറത്തിറങ്ങി വരും ഈ ഒരു ദുഃഖം കണ്ടിട്ട്. ഇപ്പൊ അഫാന്റെ അമ്മ 24 പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കും. അമ്മമാരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് ഒരുപാട് പേര് സന്നദ്ധ സംഘടനകളൊക്കെ ഇവർക്ക് വേണ്ടി ഇവരെയൊക്കെ ഇറക്കാനായിട്ട് പ്രവർത്തിക്കും. ഇവരൊക്കെ ഡ്രഗ്സ് ആണ് ഇത്രയും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഇവരെയൊക്കെ രക്ഷിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇവരൊക്കെ അവിടെ കിടക്കണം. ജയിലിൽ കിടന്നാൽ അവർക്ക് നല്ല ഫുഡ്, ജോലി പോലും കുറച്ച് ജോലിയൊക്കെ ചെയ്യണം, ജോലി ചെയ്യുന്നതിന് ശമ്പളം ഉണ്ട് അവിടെ. അതല്ല അവർക്ക് അവിടെ സുഭിക്ഷമായ 3 നേരത്തെ ഫുഡ്, ചിക്കനും മട്ടനും. ഒരു വീഡിയോക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഇവർക്ക് അവിടെ കൊടുക്കുന്ന ആഹാര രീതികൾ. പുറത്ത് കഷ്ടപ്പെടുന്നവർക്ക് പോലും അത്രയും നല്ല ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കും. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ പോലെ അവിടെ നിർത്തണം. അതായത് ഇവർക്ക് ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും കൊടുക്കരുത്. അവർക്ക് എരിയും പുളിയും ഒന്നും ഇല്ലാത്ത ആഹാരങ്ങൾ വേണം കൊടുക്കാനായിട്ട്. അവർ സ്വാദിഷ്ടമായ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ജയിലിൽ പോയി കിടന്ന സുഭിക്ഷമായ ഫുഡ് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ പിന്നെ വലിയ അടിയിടിയൊന്നും ഇല്ല. പിന്നെ പുറത്തിറങ്ങി ഇങ്ങനെ വിലസി നടക്കാൻ പറ്റത്തില്ല, അവിടെ തന്നെ ഇറങ്ങി നടക്കാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കൃത്യസമയത്ത് ഉറക്കം ഉണരം എല്ലാം അടിപൊളി. അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവനെയൊക്കെ നല്ല ശിക്ഷ തന്നെ ലഭിക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പ്രവർത്തിച്ചിടത്തോളം വളർത്തുദോഷം തന്നെയാണ് കേട്ടോ. ഈ ഉമ്മയൊക്കെ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഇങ്ങനെ അങ്ങ് മാക്സിമം അവനെ അങ്ങ് ഇങ്ങനെ വളർത്തി വിട്ടു. കുറച്ച് പാവങ്ങളുണ്ട് ഉമ്മയുടെ കേൾക്കാൻ നോക്കി കാണാനുള്ള സംവിധാനങ്ങൾ. ഞാനവിടെ 5 കൊല്ലം നോക്കിയത് ഞങ്ങളേറ്റവും ഒരു സ്ഥാനമില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ ഓളയ്ക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റില്ല.
അത്രേ ഉള്ളൂ. എൻ്റെ മോക്കൊരു ഉമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടല്ലേ, ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്, അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറ ഇല്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് ഒരു നോക്ക് കാണാനും ഉണ്ടാക്കുന്നത്. ഇവരുടെ ഈ കള്ളക്കരച്ചിൽ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തുള്ളി കണ്ണുനീര് വന്നോ. കണ്ണുനീര് പുറത്ത് വന്നില്ല, പക്ഷെ ഒരു കരയുന്നുണ്ട്. എൻ്റെ ആ മോളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എന്തിനാ മരിച്ചതിന് ശേഷം എന്തിനാ ഇവർ കാണുന്നേ? എന്തായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ള വ്യാജന ഇവൻ അവിടെ ചെന്നു 10 SSLC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ തിരിച്ചവൻ തിളക്കമുള്ള മൂർച്ചയേറിയ വാളുമായി വന്ന് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു. അങ്ങനെയാണ് പരിസരവാസികളുടെ മൊഴി. ആ വാളുമായി വന്ന് അവൻ കഴുത്തറുത്ത് വീണ്ടും 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 കുത്തി പരിക്കേൽപ്പിക്കുന്നു. കണ്ടുകൊണ്ടുവന്ന മാതാപിതാക്കൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കവേ അവരെ ഉപദ്രവിക്കുന്നു. ഇപ്പോൾ ആ പിതാവ് ഗുരുതരമായ പരിക്കുകളോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്, മാതാവ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ട ഇവന് വേണ്ടിയിട്ട് ഈ അമ്മ ഇങ്ങനെ അവൻ ഈ സാധാ പറഞ്ഞ തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറഞ്ഞവർക്ക് എന്ത് തെറ്റ് ചെയ്താലും തൻ്റെ മക്കളെ ന്യായീകരിക്കാൻ ഇങ്ങനെയുള്ള അമ്മമാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവർ. ഇവരെയൊക്കെ പ്രസവിച്ച് വളർത്തിയതിന്, ഇവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാത്തതിന്, ഇവരെയൊക്കെ പൈസ കൊടുത്തവരെ നിയന്ത്രിക്കാത്തതിന്, ഇവരെയൊക്കെ എങ്ങനെ നിയന്ത്രിച്ച് വളർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ. അല്ല, എനിക്ക് എൻ്റെ ദേഷ്യവും അമർഷവും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്, വേറൊന്നുമല്ല. ആ കുട്ടിയെ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ വളരെയധികം ദേഷ്യം വന്നു. ഇങ്ങനെയാണോ അവർ പറയേണ്ടിയിരുന്നത്? തൻ്റെ മകനാണ് തെറ്റ് ചെയ്തതെങ്കിൽ തക്കതായി ശിക്ഷയ്ക്ക് അവൻ അർഹനാണ്, അവൻ ആ ശിക്ഷ കൊടുക്കണം ആ കുഞ്ഞിന്. അപ്പം ഇവൻ ഇങ്ങനെ ചെയ്തതോടെ അവൻ എന്ത് ഗുണം കിട്ടി? ആ കുഞ്ഞിന് അമ്മയില്ലാതായി, ഇവൻ ജയിലിൽ പോയി കിടക്കും. ആ കുഞ്ഞിന് മാതാപിതാക്കളെ ഉപദ്രവിച്ചു, ആ കുഞ്ഞിനെ ഇനി ആര് നോക്കും? ഒരമ്മയില്ലാതെ വളർന്ന കുഞ്ഞിൻ്റെയൊക്കെ ദുഃഖം എന്ന് പറഞ്ഞാൽ വളരെയധികം വേദനാജനകമാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഇവന്മാരൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഈ മയക്കുമരുന്നും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുന്നവന്മാർ ഒന്നും ചിന്തിക്കില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മാതാപിതാക്കളുണ്ടല്ലോ, അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. ഇതുപോലുള്ള ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ടല്ലോ, അതിനപ്പുറം ഇവർക്ക് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. എന്തായാലും ഇതിന് തക്കതായൊരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇവനൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം. ഈ എത്ര ശിക്ഷ കടുക്കുന്നോ അത്ര മാത്രമേ ഉള്ളൂ അടുത്തവന്മാർ ചെയ്യാതിരിക്കുള്ളൂ. ഈ ചെറിയ കുറ്റത്തിന് പോലും നല്ല ശിക്ഷ ഏർപ്പെടുത്തി നോക്കേ, അപ്പോഴത്തേക്കിന് അടുത്ത ആളുകൾ ചെറിയ കുറ്റമായാലും വലിയ കുറ്റം ഒരു കുറ്റത്തിലേക്ക് പോകില്ല. നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടെ ഇത്രയും കുറ്റവാളികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അമ്മയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. ഇത്രയും കുറ്റവാളിയായ ഈ മകനെ സപ്പോർട്ട് ചെയ്തല്ലോ, അത്രമാത്രം പുച്ഛം തോന്നുന്നുണ്ട്. സ്വന്തം മകനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണം. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രൈമറി ക്ലാസ് മുതൽ അത് ചെയ്യണം. ഒരു പെൻസിൽ എടുത്തു കഴിഞ്ഞാൽ അത് തൻ്റെ മകൻ എടുത്തു എന്ന് ടീച്ചറിനെ അറിയിക്കണം. അവിടെ തൊട്ട് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ, നല്ല രീതിയിലുള്ള വളർച്ചയാണ് ഈ കുട്ടികൾ വളർന്നു വരുമ്പോഴും അവരുടെ ആ ഒരു ജീവിത രീതിയിൽ കാണുകയുള്ളൂ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവൻ നല്ലൊരു ശിക്ഷയ്ക്ക് അർഹത, നല്ലൊരു ശിക്ഷ ലഭിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇനിയെങ്കിലും ഈ അമ്മയുടെ ഇൻ്റർവ്യൂസ് എടുക്കാൻ പോവാതിരിക്കുക, അതായത് ഇവരെക്കുറിച്ചൊന്ന് കേൾപ്പിക്കാതിരിക്കുക. ആരെങ്കിലും കുറച്ച് ആളുകൾ പ്രതികരിക്കുക ഇതിനെതിരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.